കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവതിയെയും ആൺസുഹൃത്തിനെയും വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉരുവച്ചാൽ സ്വദേശി പ്രവീണ, കുട്ടാവ് സ്വദേശി ജിജേഷ് എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് സംഭവിച്ചത്? അരുൺ, ഉന്മേഷ്, കുറ്റ്യാട്ടൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ യുവതിയെയും അതോടൊപ്പം തന്നെ ആൺ സുഹൃത്തിനെയും പൊള്ളലേറ്റ നിലയിലാണ് ഈ യുവതിയുടെ വീട്ടിലാണ് ഇരുവരെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് അവിടെയുള്ള പ്രദേശവാസികൾ ഈ വീട്ടിൽ നിന്ന് ഈ പുകയൊക്കെ വരുന്നത് കണ്ടാണ് അങ്ങോട്ട് വീട്ടിലേക്ക് പോയി നോക്കിയത്. ഈ സംഭവം നടക്കുമ്പോൾ ആ വീട്ടിൽ ഇവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ യുവതിയുടെ പിതാവും അതോടൊപ്പം തന്നെ മാതാവും 2 കുട്ടികളൊക്കെ അവിടെ താമസിക്കുന്നതാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവരാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചു. ഇരുവരെയും ഇപ്പോൾ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഈ യുവതി പ്രവീണയുടെ നില അതീവ ഗുരുതരമാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് പറയുന്നത്, ഈ ആൺ സുഹൃത്തായിട്ടുള്ള കുട്ടാവ് സ്വദേശി ജിജേഷ് വീട്ടിലെത്തി ഈ പ്രവീണയെ തീ കൊളുത്തിയ ശേഷം അയാളും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം ലഭിക്കുന്ന വിവരം. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. ഈ പ്രവീണയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഈ കുട്ടാവ് സ്വദേശിയായിട്ടുള്ള ജിജേഷും ഈ പ്രവീണയും തമ്മിൽ ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഈ യുവാവ് ഈ യുവതിയെ തീ കൊളുത്തിയതിനു ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.